ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ XAU/USD കമ്പൈൻ ടു RSIയും ഗോൾഡൂടെ യൂസ് ചെയ്ത് എൻട്രി എടുക്കുന്നൊരു മെത്തേഡ് നമ്മൾ പറഞ്ഞായിരുന്നു. അത് 1 മിനിറ്റിൽ വളരെ ക്ലിയറായിട്ട് എങ്ങനെ എൻട്രി എടുക്കാമെന്നുള്ള കാര്യം. അപ്പം പലരും നമ്മളോട് ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ RSI എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എന്താണ് RSI എന്ന് മാത്രമല്ല, RSI നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാമെന്നുള്ള കാര്യമാണ്. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് RSI ഇൻഡിക്കേറ്റർ മാത്രം പറഞ്ഞു തരുവാണ്, അല്ലെങ്കിൽ RSI യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾ പലരും RSI ഇൻഡിക്കേറ്റർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് പോയി എൻട്രി എടുത്ത് പലരും സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു ഇൻഡിക്കേറ്റർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് എൻട്രി എടുക്കാൻ നിൽക്കല്. അതത്ര നല്ല കാര്യമല്ല. അതിലുപരി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് നമ്മളുടെ സ്ട്രാറ്റജിയായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ RSI ഇൻഡിക്കേറ്റർ പിടിക്കുന്നു. ആ RSI ഇൻഡിക്കേറ്റർ നമ്മളിപ്പോൾ ഒരു EMA എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു നല്ലൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം എന്ത് കിട്ടും, ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ RSI പഠിക്കുകയാണെങ്കിൽ RSI നമ്മൾ പഠിക്കുന്ന ഒരു സ്ട്രാറ്റജിയായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ കിട്ടുന്നത് കൺഫർമേഷൻസ് ആണ്. എത്രത്തോളം കൺഫർമേഷൻ കിട്ടുന്നോ അത്രത്തോളം നമ്മൾ എടുക്കുന്ന എൻട്രിയുടെ വിൻ റേറ്റും കൂടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എൻട്രി എടുക്കാൻ പഠിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്ന കാര്യം, വാട്ട് ഈസ് RSI ഇൻഡിക്കേറ്റർ, വാട്ട് ഈസ് ഡൈവേർജൻസ്, അതുപോലെ തന്നെ ഹൗ ടു യൂസ് ദ ഡൈവേർജൻസ് കറക്റ്റ്ലി. ഈ ഹൗ ടു യൂസ് ദ ഡൈവേർജൻസ് കറക്റ്റ്ലി എന്ന് പറയുന്ന ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ SMC എങ്ങനെ RSI ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അപ്പം നിങ്ങളിപ്പം ഈ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ RSI പ്ലസ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് പ്ലസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രാറ്റജി, അപ്പോൾ ഇത് മൂന്നുമായിട്ട് കണക്ട് ചെയ്യാൻ നിന്നാൽ എല്ലാം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് സിഗ്നലാണ്, ഒരു എൻട്രി പുഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പോസിറ്റീവ് സിഗ്നലാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു എൻട്രി എടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു എൻട്രിയുടെ വിൻ റേറ്റ് അത്രത്തോളം കൂടും. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം കൺഫർമേഷൻസ് കിട്ടും. കൺഫർമേഷൻസ് ഉള്ളെടുത്ത് എൻട്രി എടുക്കാവൂ, എന്നാലേ നമുക്ക് ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് ആ ഒരു എൻട്രി നമുക്ക് എടുത്തു വെച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. പല ബിഗിനർ ട്രേഡേഴ്സിനും പാളിപ്പോകുന്ന കാര്യം, ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു എൻട്രി നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് മാറത്തുള്ളൂ, അല്ലെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതിന് മുമ്പൊക്കെ ഇറങ്ങി ചാടിക്കളയും. ഓക്കെ, മാർക്കറ്റ് മൂവ് ചെയ്യത്തില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം കൺഫർമേഷൻസ് കിട്ടുന്നോ അത്രത്തോളം എൻട്രിയുടെ ക്വാളിറ്റി കൂടും, അത്രത്തോളം വിൻ റേറ്റ് കൂടും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് RSI ഇൻഡിക്കേറ്റർ, വാട്ട് ഈസ് ഡൈവേർജൻസ്, അതുപോലെ തന്നെ ഹൗ ടു യൂസ് ദ ഡൈവേർജൻസ് കറക്റ്റ്ലി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് RSI ഇൻഡിക്കേറ്റർ എന്നുള്ള കാര്യം നോക്കാം. എന്താണ് RSI ഇൻഡിക്കേറ്റർ? ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഓർ RSI ഈസ് എ മൊമെൻറ്റം ഓസിലേറ്റർ ദാറ്റ് മെഷേഴ്സ് ദ സ്പീഡ് ആൻഡ് ചേഞ്ച് ഓഫ് പ്രൈസ് മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ട്രേഡേഴ്സ് ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ ട്രെൻഡ് റിവേഴ്സൽ ആൻഡ് ഓവർബോട്ട് ഓവർസോൾഡ് കണ്ടീഷൻ ഇൻ ദ മാർക്കറ്റ്. അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഓർ RSI എന്താണെന്ന് വെച്ചാൽ ഒരു മൊമെൻറ്റം ഓസിലേറ്ററാണ്. എന്താണ് അത്, എങ്ങനെ നമുക്കറിയാമെന്ന് വെച്ചാൽ ഇറ്റ് മെഷർ സ്പീഡ് ആൻഡ് ചേഞ്ചസ് ഓഫ് പ്രൈസ് മൂവ്മെൻറ്റ്. അതായത് ആ ഒരു മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഒരു സ്പീഡുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ചില ക്യാൻഡിൽസ് ഇങ്ങനെ നോക്കും, മാർക്കറ്റ് ഇങ്ങനെ അപ് ട്രെൻഡിൽ മാർക്കറ്റ് ഇങ്ങനെ പമ്പ് ചെയ്ത് കയറി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ RSI നോക്കുകയാണെങ്കിൽ, RSIയുമായിട്ട് ആ ഒരു ചാർട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ആ ഒരു സ്പീഡ് കുറഞ്ഞു വരികയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഓക്കെ, അതായത് ആ ഒരു സ്പീഡിൻ്റെ മെഷർ നമുക്കറിയാൻ പറ്റും, അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് പ്രൈസ് മൂവ്മെൻറ്റ്, ഈ രണ്ട് കാര്യം നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ട്രേഡേഴ്സ് ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ ട്രെൻഡ് റിവേഴ്സൽ ആൻഡ് ഓവർബോട്ട് ഓവർസോൾഡ് കണ്ടീഷൻസ് ഇൻ ദ മാർക്കറ്റ്. അതായത് ഓരോ ട്രേഡേഴ്സിനും ആ ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് റിവേഴ്സലിൽ, ഓക്കെ, അതുപോലെ തന്നെ ഓവർബോട്ട് ഓവർസോൾഡ് കണ്ടീഷൻസ് ഇൻ ദ മാർക്കറ്റ് എപ്പോൾ ഓവർബോട്ട് ആവുന്നു, അതുപോലെ തന്നെ എപ്പം ഓവർ സെല്ലാവുന്നു, ആ ഒരു കണ്ടീഷൻസൊക്കെ മാർക്കറ്റ് നമുക്ക് ഈ ഒരു RSI ഇൻഡിക്കേറ്റർ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പം ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ട്രേഡിംഗ് വ്യൂ എടുക്കുകയാണെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സൈഡിൽ പോയിട്ട് ജസ്റ്റ് RSI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടും ചാർട്ടിൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇവിടെ ഒരു 70 ലൈൻ കാണാൻ പറ്റും. ഈ ഒരു ലൈന് നമുക്ക് 17 എന്ന് പറയാൻ പറ്റും. എന്താണ് ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലൈനിന് മുകളിലായിട്ട് മാർക്കറ്റ് കയറിപ്പോയാൽ
കയറിപ്പോയാൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അവിടെ ഓവർ ബൈ നടന്നു എന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ RSI എന്ന് പറയുമ്പോൾ RSIയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണിത്. അപ്പോൾ ഈ ഒരു 70 ലൈന് മുകളിലോട്ട് ഈ ഒരു ലൈൻ കയറിപ്പോയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ഓവർ ബൈ നടന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ നമുക്ക് 13 എന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് 13-ഉം അതുപോലെ തന്നെ ഈ ഒരു ലൈൻ 17-ഉമാണ്. ഓക്കെ, ഈ ഒരു 13 ലൈന് താഴോട്ട് മാർക്കറ്റ് ഇറങ്ങിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു ഓവർ സോൾഡ് ആയി. ഓക്കെ, മാർക്കറ്റ് ഓവർ സോൾഡ് ആയി എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഓവർ ബൈ നടന്ന ഒരു റേഞ്ച് പറഞ്ഞു തന്നു, ഇപ്പോൾ ഓവർ സെല്ല് നടന്ന ഒരു റേഞ്ച് നമ്മൾ പറഞ്ഞു തന്നു. അപ്പം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഓവർ ബോട്ടായി പോയി, ഇനി മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുത്തോളെന്നും പറഞ്ഞ് ഈ ഒരു റേഞ്ചിനോട്ട് കയറി പോകുമ്പോൾ പോയി ഷോർട്ട് ചെയ്യാനൊന്നും നിൽക്കല്. ഓക്കെ, ഷോർട്ട് സെല്ല് ചെയ്യാൻ നിൽക്കല്. അതുപോലെ തന്നെ ഇവിടുന്ന് താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി ബൈ എടുക്കാനും നിൽക്കരുത്. അപ്പോൾ ഓരോ കാര്യത്തിനും അതിൻ്റേതായ എന്തുണ്ട്, ഒരു രീതിയുണ്ട്, കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് 70 ലൈൻ, അതുപോലെ തന്നെ എന്താണ് 30 ലൈൻ, 70 ലൈന് മുകളിലോട്ട് പോകുമ്പോൾ എന്താണ്, അതുപോലെ തന്നെ 30 ലൈന് താഴോട്ട് പോകുമ്പോൾ എന്താണെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു ചാർട്ടിൽ ഓക്കെ, മാർക്കറ്റ് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും, മാർക്കറ്റ് ക്ലീൻ ആയിട്ടൊരു അപ് ട്രെൻഡ് മൂവ് ചെയ്തു പോകുന്ന മാർക്കറ്റാണ്. അപ്പം ഈ ഒരു ലൈനും ഇടയിൽ നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു 70 ലൈന് മുകളിലായിട്ടാണ് മാർക്കറ്റ് ഇങ്ങനെ കയറി നിൽക്കുന്നത്. ഓക്കെ, ഇതൊരു ഓവർ ബോട്ട് ഏരിയ ആണ്. എന്നാൽ ഈ ഒരു ഓവർ ബൈ നടന്ന ഈ ഒരു റേഞ്ചിൽ പോയിട്ട് നിങ്ങൾ ഒരിക്കലും പെട്ടെന്ന് പോയി സെല്ല് ചെയ്യാനില്ല. ഓക്കെ, നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ മാർക്കറ്റ് എത്രത്തോളം അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യും, എത്രത്തോളം ഹൈ നിന്നും, അതുപോലെ തന്നെ മാർക്കറ്റ് എപ്പം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്യണം എന്നതിനുള്ളത് ഒരു രീതിയുണ്ട്. അതിന് നമുക്ക് ഡൈവേർജൻസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഹൗ ഡു വി യൂസ് ദ RSI ഇൻഡിക്കേറ്റർ, എങ്ങനെ നമുക്ക് RSI ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡൈവേർജൻസ് occurs when the price moves in the opposite direction of an indicator such as the RSI suggesting a potential reversal in the current trend. അതായത് ഇപ്പോൾ RSI ഒരു ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഒക്കെ തന്നിങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന മാർക്കറ്റ് ആണെങ്കിൽ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, മാർക്കറ്റിൽ ഇപ്പോൾ ട്രെൻഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ. അപ്പോൾ അവിടെ ഹയർ ഹൈ എന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ താഴെ ആ ഒരു RSIയിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതൊരു അപ് ട്രെൻഡ് മാർക്കറ്റാണ്. എന്താണ് അപ് ട്രെൻഡ് മാർക്കറ്റാണ്. ഇവിടെ ഹയർ ഹൈ ഉണ്ട്. ഓക്കെ, ഹയർ ലോ വന്നു, മാർക്കറ്റ് ഹയർ ഹൈ വന്നു. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ RSIയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? മാർക്കറ്റ് ഇവിടെ ലോവർ ഹൈസ് തന്നു പോകും. ഓക്കെ, ഇവിടെ ഹയർ ഹൈസ് തന്നു പോവുകയാണെങ്കിൽ ഇവിടെ ലോവർ ഹൈസ് തന്നു പോകും. ഓക്കെ, ആ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇവിടെ മാർക്കറ്റ് നമ്മളറിയാമല്ലോ, ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ, ഈ ഒരു മൂവ്മെൻറ്റിൽ പോകുന്ന മാർക്കറ്റ്. ഓക്കെ, നമ്മൾ RSIയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു റിവേഴ്സൽ അഥവാ മാർക്കറ്റിൻ്റെ ആ ഒരു മൊമെൻറ്റം അപ്പ് സൈഡിലോട്ടുള്ള ആ ഒരു മൊമെൻറ്റം കുറഞ്ഞു, മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് ഇറങ്ങാൻ ഒരു സിഗ്നൽ കിട്ടി എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ലോവർ ഹൈസ് തന്ന് താഴോട്ട് പോകണം. ഓക്കെ, ഇവിടെ ഹയർ ഹൈസ് തന്ന് പോവുകയാണെങ്കിൽ ഇവിടെ ലോവർ ഹൈസ് തന്ന് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകണം. അതാണ് ഫസ്റ്റ് സിഗ്നൽ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ഇറങ്ങി പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നേരെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, മാർക്കറ്റ് ലോവർ ലോസ് ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ എന്ന് മൂവ് ചെയ്ത് താഴോട്ടിറങ്ങി ഒരു ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ഒരു മാർക്കറ്റാണ്. അപ്പം ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ, മാർക്കറ്റ് ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഡൗൺ സൈഡിലോട്ടുള്ള ആ ഒരു ട്രെൻഡ് മാറിയിട്ട് അപ്പ് സൈഡിലോട്ട് ആയോ എന്ന് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് RSI യൂസ് ചെയ്യുക. RSI യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്, ഇവിടെ മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ തന്നു പോയ ആ ഒരു മാർക്കറ്റ് നമ്മൾ ഈ ഒരു RSI ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ ലോവർ ഹൈസ് തന്നു പോയി. അപ്പം ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മാർക്കറ്റ് ഹയർ ലോസ് എന്നാണ് പോകുന്നത്. ഓക്കെ, എന്താണ് ഹയർ ലോസ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു RSI ആണ് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, മാർക്കറ്റ് ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് നമ്മൾ ഇവിടെ ഈ ഒരു RSIയിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഹയർ ഹൈ, ഇവിടെ ആണെങ്കിൽ ഇവിടെ മാർക്കറ്റ് എന്താണ് ഹയർ ലോസ് എന്ന് പോകും. ഓക്കെ, ഈ ഒരു ഏരിയയായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, മാർക്കറ്റ് ഹയർ ലോസ് തന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ലോവർ ലോസിൽ കണക്ട് ചെയ്യുന്നു നമ്മൾ, അപ്പോൾ ഇവിടെ എന്താണ് ഹയർ ലോസിൽ നമ്മൾ കണക്ട് ചെയ്യും.
അങ്ങനെയാണ് നമ്മൾ ഈ ഒരു RSI കണക്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു തന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ RSI മാത്രം യൂസ് ചെയ്തുകൊണ്ട് ട്രെൻഡ് റിവേഴ്സായി പോയി എൻട്രി എടുക്കാം എന്ന് വിചാരിച്ച് ഒരിക്കലും പോയി നിങ്ങൾ എൻട്രി എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, കുറച്ച് ടിപ്സ്. അതായത് ഡൈവേർജൻസ് വർക്ക് ബെസ്റ്റ് വെൻ ഇറ്റ് ഹാസ് എൻറ്റേർഡ് ദ ഓവർബോട്ട് ഓർ ദ ഓവർസോൾഡ് ഏരിയ. അതായത് ഈ ഒരു ഡൈവേർജൻസി ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ആവുന്നത് ഓവർബോട്ടും ഓവർസോൾഡും ആയിട്ടുള്ള ഏരിയയിലാണ്. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എന്താണ് മാർക്കറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ലൈന് താഴോട്ട് വരുമ്പോൾ എന്താണ് മാർക്കറ്റിൽ ഓവർസോൾഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ട്രെൻഡ് എന്ന് വെച്ചാൽ മാർക്കറ്റ് താഴോട്ടാണ്, ഡൗൺ ട്രെൻഡാണ്. ഓക്കെ, ഈ ഒരു ഡൗൺ ട്രെൻഡിൽ മൂവ് ചെയ്ത് ഇറങ്ങി വരുന്നൊരു മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ടുള്ള ഈ ഒരു ഏരിയയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ഓവർസോൾഡ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് ആ ഒരു ഡൈവേർജൻസ് കിട്ടണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാർക്കറ്റ് ഹയർ ലോസ് തന്ന് മാർക്കറ്റ് മൂവ് ചെയ്യണം. ഇവിടെ എന്താണ് മാർക്കറ്റ് ലോവർ ലോസ് തന്നാണ് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത്. ആ ഒരു റേഞ്ച് നമ്മൾ എന്താണ് RSI ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് എന്താണ് ഹയർ ലോസ് തരണം. നമുക്ക് ആ ഒരു കണക്ഷൻ ഹയർ ലോ ആയിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റിയിരിക്കണം. അതും ഓവർസോൾഡ് ഏരിയയിലാണെങ്കിൽ അത്രയും സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂസ് ദ ഡൈവേർജൻസ് കൺസെപ്റ്റ് ഇൻ ദ ട്രെൻഡിങ് മാർക്കറ്റ്. ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ദ ഡൈവേർജൻസ് ഓക്കേഴ്സ് ആഫ്റ്റർ എ ലോങ് ടേം ട്രെൻഡ്. അതായത് ഒരു ലോങ് ടേം ട്രെൻഡ് കഴിഞ്ഞ് വരുന്ന മാർക്കറ്റ്. ഓക്കെ, അതായത് മാർക്കറ്റ് കുറേ നേരമായിട്ട് മാർക്കറ്റ് ലോങ് ആയിട്ട് എന്താണ് ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വരിക, എന്താണ് ഒരു ഡൗൺ ട്രെൻഡിൽ ഇറങ്ങി വരുന്ന ഒരു മാർക്കറ്റാണ്. ആ ഒരു മാർക്കറ്റ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ ഡൗൺ ട്രെൻഡാണ്. ആ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റണം. എങ്ങനെ? ഈ ലോങ് ടേം ആയിട്ട് ഡൗൺ ട്രെൻഡിൽ ഇറങ്ങി വന്ന മാർക്കറ്റിനെ നമ്മളിവിടെ കണക്ട് ചെയ്യുമ്പം എന്തായാലും നമുക്കിവിടെ ലോവർ ലോസും ആയിട്ടാണ് നമുക്കിവിടെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഈ ഒരു ലോവർ ലോയും തമ്മിൽ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു ഓവർസോൾഡ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്താണ് ഒരു ഹയർ ലോസുകളെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിരിക്കണം. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയാൽ അത്രത്തോളം ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും പോയി RSI മാത്രമായിട്ട് പോയി എൻട്രി എടുക്കരുത്. ഓക്കെ, എന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പലരും പറഞ്ഞൊരു ഇപ്പം RSI ഇങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് RSI മാത്രമായിട്ട് എൻട്രി എടുക്കാൻ എന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതായത് ബിഗിനേഴ്സിന് പാളിപ്പോവും. ഓക്കെ, അവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു മണി ലോസായി പോകത്തേ ഉള്ളൂ. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളിവിടെ ഈ ഒരു റേഞ്ച് നമ്മൾ കണക്ട് ചെയ്തു. 2 ലോവർ ലോസ് ആണ് നിങ്ങൾ കണക്ട് ചെയ്തു. സോ ഇവിടെയും നിങ്ങൾ കണക്ട് ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ലോവർ ലോസ് തമ്മിൽ കണക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ഹയർ ലോസ് തമ്മിൽ നിങ്ങൾ കണക്ട് ചെയ്തു. കണക്ട് ചെയ്തതിന് ശേഷം ഓക്കെ മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി പോയില്ല, പിന്നെയും കണക്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു റേഞ്ചുമായിട്ട് പിന്നെയും കണക്ട് ചെയ്തു. ഇവിടെ എന്താണ് പിന്നെയും ലോവർ ലോസ് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റി. ഇവിടെ അതുപോലെ തന്നെ ഹയർ ലോസ് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റി. മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് ഇപ്പോഴും റിവേഴ്സൽ ആയിട്ടില്ല. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു ലോ തന്നതിന് ശേഷമാണ് മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് റിവേഴ്സായി മാർക്കറ്റ് പമ്പ് ചെയ്ത് പോയേക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ RSI മാത്രമായിട്ട് യൂസ് ചെയ്ത് എൻട്രി എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും അത് എവിടം വരെ സംഭവിക്കാം എന്നും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാര്യം നമുക്ക് ഒരു കോൺഫിഡൻസ് ആയിട്ട് നമുക്കിരിക്കണം. ഇത് സ്റ്റോപ്പ് ലോസ് ഇരിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ടേക്ക് പ്രോഫിറ്റിലെത്തുമോ ഇല്ലയോ, ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഇങ്ങനത്തുള്ള ഒരു കാര്യം ബിഗിനർ ട്രേഡേഴ്സിന് സംഭവിക്കാം RSI മാത്രമായിട്ട് നിങ്ങൾ എൻട്രി എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ. അപ്പം ഇതൊക്കെ നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു RSI എങ്ങനെ SMC ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ്. ഫസ്റ്റ് വൺ, കമ്പൈനിങ് ദ ഡൈവേർജൻസ് വിത്ത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയാസ്. ഈ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയാസിൽ നമുക്ക് എങ്ങനെ ഈ ഒരു RSI കൊണ്ടുവന്ന് കണക്ട് ചെയ്യാമെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഈ ഒരു ഹയർ ഹൈ തന്ന മാർക്കറ്റ് എന്താണ് ക്ലീൻ ആയിട്ട് എന്താണ് അപ് ട്രെൻഡിലാണ്. അങ്ങനെ അപ് ട്രെൻഡിലുള്ള മാർക്കറ്റിൽ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇംബാലൻസ് കാര്യങ്ങളെല്ലാം കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഡിമാൻഡ് സോൺ കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ഡിമാൻഡ് സോൺ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ഡിമാൻഡ് സോൺ കിട്ടി.
ഓക്കെ, നല്ലൊരു ഡിമാൻഡ് സോൺ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ കിട്ടി. ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ കിട്ടിയ ഡിമാൻഡ് സോണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, എന്താണ് ലോവർ ടൈം ഫ്രെയിമിലോട്ട് മാർക്കറ്റിനെ നമ്മൾ കൊണ്ടുവരുന്നു. അങ്ങനെ ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങളൊരു 4 hour നിന്നൊരു 50 minutesലോട്ടോ ഓക്കെ, അല്ലെങ്കിൽ 5 minutesലോട്ടോ ഞാൻ പല സ്ട്രാറ്റജീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പല രീതിയിലുള്ള നല്ല സ്ട്രാറ്റജികൾ എങ്ങനെ കറക്റ്റ് ടോപ്പ് ഡൗൺ അനലൈസ് ചെയ്ത് ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാം എന്നുള്ള കാര്യം, അവിടെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. അപ്പം ആ ക്ലാസ്സുകൾ കാണുവാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ മാർക്കറ്റിനെ നിങ്ങൾ ഇവിടം വരെ ഈ ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് വരെ നിങ്ങൾ കൊണ്ടുവന്നാൽ നമ്മൾ ഈ ഒരു SMC ലേണിംഗ് സീരീസിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസും കാര്യങ്ങളുണ്ട്. ഓക്കെ, ആ ഒരു സ്ട്രാറ്റജികൾ നിങ്ങൾ കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോണിൽ എങ്ങനെ എൻട്രി എടുക്കണം, എങ്ങനെ ആ ഒരു ഡിമാൻഡ് സോണിൽ എൻട്രി എടുക്കുമ്പോൾ ഒരു ടോപ്പ് ഡൗൺ അനലൈസ് നടത്തി മാർക്കറ്റിനെ കൊണ്ടുവരണം എന്നുള്ള കാര്യം നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പം അത് കണ്ടിട്ട് ആ ഒരു ക്ലാസ് അപ്പോൾ നിങ്ങൾ കാണുവാണെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങളിപ്പോൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് മാർക്കറ്റിനെ നമ്മൾ കൊണ്ടുവന്നു, ഒരു ഡിമാൻഡ് സോണിലോട്ട് മാർക്കറ്റ് ലോവർ ടൈം ഫ്രെയിമിലോട്ട് എത്തി. ഓക്കെ, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നിന്നും ഈ ഒരു അപ് ട്രെൻഡിലായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള അപ് ട്രെൻഡിലായിട്ടുള്ള മാർക്കറ്റ് ഇറങ്ങി വന്ന ഒരു ഡിമാൻഡ് സോണിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് ആ ഒരു മാർക്കറ്റിനെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൊണ്ടുവന്നു. ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൊണ്ടുവന്നപ്പോൾ എന്താണ്, മാർക്കറ്റ് ആ ഒരു ഡിമാൻഡ് സോണിൽ വന്ന് ടാപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു റിജക്ഷനും കാണാൻ പറ്റും. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൊണ്ടുവന്നു. ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൊണ്ടുവന്നപ്പോൾ എന്താണ്, മാർക്കറ്റ് പ്രോപ്പറായിട്ട് ആ ഒരു ഡിമാൻഡ് സോണിൽ മാർക്കറ്റ് വന്ന് ഇറങ്ങിയിരിക്കുക. ഓക്കെ, ആ ഒരു ഡിമാൻഡ് സോണിലോട്ട് വന്ന് ഇറങ്ങി വന്ന മാർക്കറ്റിനെ നമ്മൾ എന്താണ് ചെയ്തത്, ഈ ഒരു ലോവർ ലോയെയും വന്ന് നമ്മൾ കണക്ട് ചെയ്തു. നേരെ നമ്മൾ RSI യൂസ് ചെയ്യുന്നു. RSI യൂസ് ചെയ്തിട്ട് ഈ ഒരു ലോവർ ലോയും കണക്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെയും കണക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ എന്താണ് കിട്ടിയത്, ഹയർ ലോസ് കിട്ടി. ഓക്കെ, ഈ ഒരു ഹയർ ലോയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റി, ഈ ഒരു ലോവർ ലോയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് എന്താണ്, പ്രോപ്പറായിട്ടുള്ള ഒരു RSI ഡൈവേർജൻസ് സിഗ്നൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു റേഞ്ചിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ എന്താണ്, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ആ ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്ത് നമുക്ക് എൻട്രി എടുക്കാം എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. എന്താണ്, നമ്മളെ ആ ഒരു SMC ലേണിംഗ് സീരീസിൻ്റെ ക്ലാസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ പല കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണ്, എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ RSI ഡൈവേർജൻസ് യൂസ് ചെയ്താൽ അത്രത്തോളം ബെറ്റർ ആയിരിക്കും. ഓക്കെ, ആ ഒരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഈ ഒരു ഡിമാൻഡ് സോണിന് താഴെയായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവെക്കാനും പറ്റും. ആ ഒരു RSI വിത്ത് നമ്മൾ ആ ഒരു SMCയും കൂടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി കൂടും, അത്രത്തോളം വിൻ റേറ്റും കൂടും, ഉറപ്പാണ്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് RSIയും ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ സപ്ലൈ ഏരിയ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം, അതിന് നേരെ ഓപ്പോസിറ്റ് മാർക്കറ്റ് ലോവർ ഹൈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ക്ലീൻ ഡൗൺ ട്രെൻഡ് ആയിട്ട് ഇറങ്ങി വന്ന മാർക്കറ്റിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോൺ കിട്ടി. എന്താണ്, ഒരു സപ്ലൈ സോൺ കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു FEG ഫില്ലായി. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ഈ ഒരു സപ്ലൈ സോണിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതൊരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഹൈയും തമ്മിൽ നമ്മളിവിടെ കണക്ട് ചെയ്തപ്പോൾ നമ്മൾ നേരെ RSIയിലോട്ട് പോയപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്, നമുക്ക് ഇവിടെ മാർക്കറ്റിൽ നമ്മൾ ഹയർ ഹൈ, ഓക്കെ, ഈ ഒരു ഹയർ ഹൈയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ ഡൈവേർജൻസി വന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയാൽ ദെൻ നമുക്കിവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സപ്ലൈ സോണിനും തൊട്ട് മുകളിലായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ച് നിങ്ങൾക്ക് എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഇറങ്ങി പോകുന്നതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ, നെക്സ്റ്റ് ടാർഗറ്റ്, അതുപോലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റും ഏകദേശം സെക്കൻഡ് ടാർഗറ്റും ഇവിടെ ഹിറ്റായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും. നമുക്കപ്പോൾ അങ്ങനെ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു എൻട്രിയുടെ അത്രയും വിൻ റേറ്റ് കൂടും. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം മാർക്കറ്റ് വന്ന് നെക്സ്റ്റ് ഈ ഒരു FEG ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ടിറങ്ങിപ്പോയ മാർക്കറ്റ് ദെൻ പിന്നീട് ആ ഒരു ഏരിയയിലും ഇവിടെ ഒരു FEG ഉണ്ട്, മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് ഇറങ്ങിപ്പോയേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അത്രത്തോളം ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഡൈവേർജൻസ് സിഗ്നലും
ഓക്കെ. അതുപോലെ തന്നെ SMCI ആയിട്ട് ഇപ്പം നമ്മൾ ഡിമാൻഡ് സോണും സപ്ലൈ സോണും RSI ആയിട്ട് കണക്ട് ചെയ്താണ് ഇപ്പം ഈ ഒരു എൻട്രി മെത്തേഡ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നിങ്ങൾ മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് എടുക്കുവാണെങ്കിൽ എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി കൂടും, അത്രത്തോളം വിൻ റേറ്റ് കൂടും. അല്ലാണ്ട് നിങ്ങൾ നേരെ പോയി RSI മാത്രം അങ്ങോട്ട് യൂസ് ചെയ്തിട്ട് എൻട്രി എടുക്കാൻ നിന്നാൽ പാളിപ്പോത്തേ ഉള്ളൂ. എല്ലാവരും പറയുന്ന നമുക്ക് ഇപ്പം കാര്യം നമ്മളൊക്കെ പണ്ടൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അറിയാൻ വയ്യാത്ത സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, നമുക്ക് പാളിപ്പോയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പാളിപ്പോകരുത്, അതുകൊണ്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, കമ്പൈനിങ് ദ ഡൈവേർജൻസ് വിത്ത് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സോൺസ്. എങ്ങനെ നമുക്ക് ഈ ഒരു RSI ഡൈവേർജൻസ് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സോൺസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ഞാൻ ഈ പ്രീമിയം ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയയുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അതായത് പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ എങ്ങനെ നമുക്ക് RSI ആയിട്ട് കണക്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ഇപ്പം പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയയിൽ നിങ്ങൾ എൻട്രി എടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു എൻട്രി മെത്തേഡിൽ നിങ്ങൾ ഇപ്പോൾ പ്രീമിയം ഡിസ്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം, പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ, അതുപോലെ തന്നെ OTE, OTZ, ഒപ്റ്റിമൽ ട്രേഡിംഗ് എൻട്രി അല്ലെങ്കിൽ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺസ്, അതുകൊണ്ടാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഏരിയ, ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയയെ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? RSI ആയിട്ട്. അപ്പം ഡിസ്കൗണ്ട് ഏരിയ നമ്മൾ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു? ഫെയർ റിസ്ക് റിവാർഡ് റേഷ്യോ, അതുപോലെ തന്നെ സെക്യൂർ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സേഫായിട്ടുള്ള സ്റ്റോപ്പ് ലോസ്, അതുപോലെ തന്നെ നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്രീമിയം ഏരിയയിൽ പോയി മുകളിലോട്ട് എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ കുറവായിരിക്കും, സ്റ്റോപ്പ് ലോസ് വളരെ കൂടുതലായിരിക്കും. നേരെ മറിച്ച് ഡിസ്കൗണ്ട് ഏരിയ ഒന്ന് എൻട്രി എടുക്കുവാണെങ്കിലോ സ്റ്റോപ്പ് ലോസ് കുറവും റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ കൂടുതലുമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയ നമ്മൾ ചൂസ് ചെയ്തു. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് ഇറങ്ങി വരുന്ന മാർക്കറ്റിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണം. അങ്ങനെ ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഏരിയയെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്ലാസ് കാണുക. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ് ചെയ്ത് എൻട്രി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ആ ഒരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ OTZ അല്ലെങ്കിൽ OTE എൻട്രി ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, OTE OTZ വരുമ്പോൾ നമ്മൾ ഇത്രയും അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് യൂസ് ചെയ്യും. ഈ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ടിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലാണ് OTE അല്ലെങ്കിൽ OTZ എന്ന് പറയുന്നൊരു കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് കിട്ടണം? ആ ഒരു ഡൈവേർജൻസ് സിഗ്നൽ കിട്ടണം. എങ്ങനെ? നമ്മൾ ഈ ഒരു ലോവർ ലോസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡൈവേർജൻസ് ആയിട്ട് എന്ത് കിട്ടണം? മാർക്കറ്റ് ഹയർ ലോസ് എന്ന് മാർക്കറ്റ് മൂവ് ചെയ്യണം. എന്താണ്? മാർക്കറ്റ് ഹയർ ലോസ് തരണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഹയർ ലോസ് എന്ന് മൂവ് ചെയ്താൽ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡൈവേർജൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് എന്താണ്? പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഏരിയയിൽ എൻട്രി എടുക്കുന്ന ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി കൂടും, അത്രത്തോളം വിൻ റേറ്റ് കൂടും. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്താണ്? പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഏരിയ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു എൻട്രി നിങ്ങൾക്ക് പുഷ് ചെയ്യാം. ഓക്കെ, അല്ലാണ്ട് RSI മാത്രമായിട്ട് എൻട്രി എടുക്കാൻ നിൽക്കരുത്. ഇനി നെക്സ്റ്റ് കാര്യം, കമ്പൈനിങ് ദ ഡൈവേർജൻസ് വിത്ത് ലിക്വിഡിറ്റി സ്വീപ്പ് പാറ്റേൺ. എങ്ങനെ നമുക്ക് ഈ ഒരു RSI ഡൈവേർജൻസ് നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് പാറ്റേണുമായിട്ട് കണക്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് പാറ്റേൺ എന്ന് വെച്ചാൽ എന്താണ്? മാർക്കറ്റ് ഒന്നെങ്കിൽ മാർക്കറ്റ് പ്രീവിയസ് സ്വിങ്ങിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈക്വൽ ലോസിൻ്റെ, അല്ലെങ്കിൽ ഈക്വൽ ഹൈസിൻ്റെ. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഓക്കെ, ഇപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് പാറ്റേൺ ആണെങ്കിൽ ലിക്വിഡിറ്റിയെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ലിക്വിഡിറ്റിയെ പറ്റി നമ്മൾ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് വേണ്ടത് ഒരു പ്രൈസ് റേഞ്ചിൽ അത്രത്തോളം ഓർഡേഴ്സ് വേണം. ഓക്കെ, ഒരു ഏരിയ നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കുക, ഒരു എൻട്രി എടുക്കാൻ നിങ്ങളൊരു ഏരിയ നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ അത്രത്തോളം ഓർഡേഴ്സ് വേണം. ഓക്കെ, ഒരു ബാങ്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്രത്തോളം ഓർഡേഴ്സ് ഒരു പ്രൈസിൽ എടുക്കാൻ നിൽക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ അത്രത്തോളം ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അവിടുന്ന് അത്രയും ഓർഡേഴ്സ് എടുത്ത് നിങ്ങൾക്കും എന്താണ് ഒരു പ്രോഫിറ്റിലെത്താൻ പറ്റും. അതുകൊണ്ട് ലിക്വിഡിറ്റിയെ പറ്റി നിങ്ങൾ അഡ്വാൻസ് ലെവലിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പലയിടത്തും പാളിപ്പോവും.
ഓക്കെ. അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പിൻ്റെ കാര്യം മാർക്കറ്റിൽ ഒന്നുകിൽ മാർക്കറ്റിൽ സ്വിങ്ങിൻ്റെ ലിക്വിഡിറ്റി എടുക്കുക, ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റ് ഈക്വൽ ഹൈസ് ഈക്വൽ ലോസ്. ഓക്കെ, നമ്മൾ മെയിനായിട്ടും ഈക്വൽ ഹൈസ് ഈക്വൽ ലോസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ് മാർക്കറ്റ് ഈക്വൽ ലോസ് തന്നിട്ടുണ്ട്. ഓക്കെ, സെൽ സൈഡ് ലിക്വിഡിറ്റി ഈക്വൽ ലോസ് മാർക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഒരു ഈക്വൽ ലോസ് വരുമ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് പലരും എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ഫസ്റ്റ് കാര്യം, റീറ്റെയിൽ ട്രേഡേഴ്സ് ചിന്തിക്കുന്ന കാര്യം മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകാം. ഓക്കെ, എന്താണ് സപ്പോർട്ട് എടുത്ത് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാം. ഇനി മറ്റു ചിലർ എന്താണ് ചിന്തിക്കുന്നത്? ബ്രേക്ക് ചെയ്യുക, മാർക്കറ്റ് ബ്രേക്കൗട്ട് ട്രേഡേഴ്സ്, അതായത് ബ്രേക്ക് ചെയ്യുമ്പോൾ താഴോട്ട് എൻട്രി എടുക്കുന്നവർ, അല്ലെങ്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലോട്ട് എൻട്രി എടുക്കുന്നവർ. അപ്പം ഈ രണ്ട് ട്രേഡേഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം അതിനുപരിയായിട്ട് അവിടെ കിടന്ന് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് ഇവിടെ വന്നു, മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടിറങ്ങി. അപ്പം ഇവിടെ കുറേയധികം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ അങ്ങ് ഓർഡേഴ്സ് കൂടും. എങ്ങനെ കൂടും? റീറ്റെയിൽ ട്രേഡേഴ്സ് ഇവിടെ വന്ന് കുറേ ഓർഡേഴ്സ് കൂടാനുള്ള കാര്യം എന്താണ്? ഒന്നെങ്കിൽ ഇവിടുന്ന് അപ്സൈഡിലോട്ട് എൻട്രി എടുക്കുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെയായിട്ട് ഇവിടെ വന്നടിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇനിയിപ്പം മറ്റൊരു കാര്യം എന്താണ്? ഇവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തെന്നും പറഞ്ഞ് താഴോട്ട് എൻട്രി എടുക്കുന്നവർ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ മേലെ മാർക്കറ്റ് വന്ന് ഇറങ്ങിയിട്ട് പമ്പ് ചെയ്തു പോകും. അങ്ങനെ അവിടെ കുറേ ഓർഡേഴ്സ് ആവും. ഓക്കെ, അപ്പം ഈക്വൽ ലോസ്. അപ്പം ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുക. ഓക്കെ, എന്താണ് ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുക? അങ്ങനെ സ്വീപ്പ് ചെയ്താൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഈ ഒരു റേഞ്ചിലായിട്ട് ഇനി വല്ല സപ്ലൈ ഏരിയകളോ അല്ലെങ്കിൽ ഡിമാൻഡ് ഏരിയ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പം ഡിമാൻഡ് സോണിൻ്റെ കാര്യം പറഞ്ഞു, സപ്ലൈ സോണിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ടൊരു എൻട്രി എടുക്കണം, അതുപോലെ തന്നെ ഡിമാൻഡ് സോണ് സപ്ലൈ സോൺസൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമ്പൈൻ ചെയ്ത് നിങ്ങൾ ഇവിടം വരെ എത്തുവാണെങ്കിൽ എൻട്രിക്ക് എത്രത്തോളം ക്വാളിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഡൈവർജൻസ് ഈ ഒരു ലോയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലോസ് തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ഹയർ ലോസുകളെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഇവിടെ ലോവർ ലോസുകളെ തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഹയർ ലോസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റി. മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മുകളിലോട്ട് പമ്പ് ചെയ്ത് കയറിപ്പോയ നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പം ഈ രീതിയിൽ നമുക്ക് എന്താണ് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോഫിറ്റിലോട്ട് എത്തുകയും ചെയ്യും. എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റിയും കൂടും. ഇനി നെക്സ്റ്റ് കാര്യം, കമ്പൈനിങ് ദ ഡൈവർജൻസ് വിത്ത് എ ചേഞ്ച് ഓഫ് ക്യാരക്ടറുമായിട്ട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു RSI ഡൈവർജൻസ്? അതായത് ഇപ്പോൾ മാർക്കറ്റ് ഹയർ ലോ ഒക്കെ തന്ന് മാർക്കറ്റ് മൂവ് ചെയ്തു പോയ മാർക്കറ്റ് എന്താണ് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഇവിടെയുള്ള ഒരു ഡിമാൻഡ് ഏരിയ, ആ ഒരു ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു ബ്രേക്കിന് ശേഷം മാർക്കറ്റ് എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണെങ്കിൽ ഈ ഒരു ബ്രേക്കിന് ശേഷം ഇവിടുന്ന് മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് തന്നതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങും, അല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു RSI ഡൈവേർജൻസ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഹൈസുകളെ തമ്മിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. ഈ ഒരു ഹൈസിനെ തമ്മിൽ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ എന്തായാലും മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ എന്തായാലും ഈ ഒരു സപ്ലൈ ഏരിയയിൽ എന്തായാലും ഒരു SMC സെറ്റപ്പ് അവിടെ കാണും. നിങ്ങൾ SMC യൂസ് ചെയ്ത് എൻട്രി എടുക്കുന്നവരാണെങ്കിൽ എന്താണെങ്കിലും മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് താഴോട്ട് മൂവ് ചെയ്യണമെങ്കിൽ എന്തായാലും ഈ മുകളിലായിട്ടൊരു സെറ്റപ്പ് കാണും. ഒന്നാമത്തെ കാര്യം, ആ ഒരു സെറ്റപ്പ് കാണുന്ന മാത്രമല്ല, ആ ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ഒരു RSI ഡൈവർജൻസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓക്കെ നമ്മൾ തിരിച്ച് RSIയിലോട്ട് ഓക്കെ ഇവിടെ നമ്മൾ ഈ ഒരു ഹൈസിനെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കണക്ട് ചെയ്യാൻ പറ്റണം? നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ലോവർ ഹൈസിനെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. എന്നാലേ എന്താണ് നമുക്ക് ആ ഒരു RSIയും SMC ആയിട്ട് കണക്ട് ചെയ്ത് എൻട്രി എടുക്കുന്നവർക്ക് ആ ഒരു എൻട്രിയുടെ ആ ഒരു ക്വാളിറ്റി അത്രത്തോളം കൂടത്തുള്ളൂ, അതുപോലെ തന്നെ ആ ഒരു വിൻ റേറ്റ് അത്രത്തോളം കൂടത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു RSI ഡൈവേർജൻസും ചേഞ്ച് ഓഫ് ക്യാരക്ടറിനെയും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ
ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് തരണമെങ്കിൽ മാർക്കറ്റ് ഇവിടെ അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്ത് കയറി വരുന്ന മാർക്കറ്റിൽ ആ ഒരു മുകൾ സൈഡിലായിട്ട് ഒരു സപ്ലൈ ഏരിയയിൽ ഒരു സെറ്റപ്പ് വേണം. ആ ഒരു സെറ്റപ്പിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് തിരിച്ച് താഴോട്ട് ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുന്നത്. അങ്ങനെ ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് തരണം. അങ്ങനെ നിങ്ങൾ ആർ എസ് ഐ ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് ഒരു ഹയർ ഹൈസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. നമുക്ക് തിരിച്ച് ലോവർ ഹൈസുമായിട്ട് ആർ എസ് ഐയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടറും ആർ എസ് ഐയും തമ്മിൽ കണക്ട് ചെയ്ത് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം. അല്ലാണ്ട് ആർ എസ് ഐ മാത്രം ആർ എസ് ഐ മാത്രം എടുക്കുക, എൻട്രികൾ എടുക്കുക, അത് പക്കാ ഫാൾട്ട് പരിപാടിയാണ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു ചാർട്ട് കാണിച്ചു തന്നപ്പോൾ നിങ്ങളവിടെ കണ്ട കാര്യമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം, പ്രോപ്പറായിട്ടുള്ള ആ ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് എടുക്കാനും പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഒരു എസ് എം സിയും ആർ എസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റിയും കൂടും. ഇത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഓക്കെ, പ്രോപ്പർ സെറ്റപ്പ് ഇല്ലാണ്ട് ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾ യൂസ് ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു EMA, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. അത് ഞാൻ ഇപ്പോഴും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ക്വാളിറ്റി കൂടും, എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി കൂടും. ഓക്കെ, ഒരു ക്ലാസ് നിങ്ങൾ കാണുമ്പോൾ അത് നിങ്ങൾക്ക് വർക്കാവണം. ഓക്കെ, നിങ്ങൾ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിപ്പോൾ പറയാം, ഞാൻ ഈ ഒരു ആർ എസ് ഐയും നിങ്ങളൊരു എസ് എം സിയും കൂടെ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിലോട്ട് ചാർട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, ആ ഒരു പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും വിത്ത് ആർ എസ് ഐ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനുശേഷം ലൈവ് മാർക്കറ്റിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഒരു 100 ടൈംസ് എങ്കിലും നിങ്ങൾ ആ ഒരു ലൈവിന് ആ ഒരു രീതി കാണുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് എൻട്രി എടുക്കുക. അങ്ങനെ എൻട്രി എടുത്താൽ നിങ്ങൾ പക്കയായിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റിയും കൂടി നിങ്ങൾ പ്രോഫിറ്റിൽ എത്തുകയും ചെയ്യും. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ